നമസ്കാരം. ഇന്നിതുവരെ സംഭവിച്ച വാർത്തകൾ വിശദമായി പരിശോധിക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പോർമുഖം പിണറായിക്കെതിരെ. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വിമർശനത്തിന്റെ കേന്ദ്രം മുഖ്യമന്ത്രിയിലേക്ക് മാറ്റി PV അൻവർ. പാർട്ടിയും പ്രവർത്തകരും ആഗ്രഹിക്കുന്ന ഭരണമല്ല നടക്കുന്നതെന്ന് സൂചിപ്പിച്ച അൻവർ MR അജിത് കുമാറിനെ സംരക്ഷിച്ചുകൊണ്ട് നടത്തുന്ന അന്വേഷണം തള്ളി. P ശശിക്കെതിരായ പരാതിയിൽ ഇടപെടലുണ്ടാകുമെന്ന പാർട്ടിയുടെ ഉറപ്പുകൂടി നേടിയാണ് അൻവറിന്റെ ഇന്നത്തെ നീക്കം. ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ട ശേഷം മയപ്പെട്ട PV അൻവർ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വീണ്ടും സ്വരം കടുപ്പിച്ചു. SP സുജിത്ദാസിൽ തുടങ്ങി MR അജിത് കുമാറിനെയും P ശശിയെയും ലക്ഷ്യമിട്ട വിമർശനങ്ങൾ ഇന്ന് ഒരു പടി കൂടി കടന്നു. മുഖ്യമന്ത്രിയെ ആ കസേരയിൽ ഇരുത്തുന്നത് പാർട്ടിയല്ലേ എന്ന PV അൻവർ. സർക്കാരിനെയും CPMനെയും തകർക്കാൻ ആഭ്യന്തര വകുപ്പിൽ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ട്. താൻ ഉന്നയിച്ച ആരോപണങ്ങൾ ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരുടെയും ജനങ്ങളുടെയും വികാരമാണെന്നും PV അൻവർ. മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അദ്ദേഹം വീട്ടിൽ നിന്ന് വന്നായതല്ലോ, ഈ പാർട്ടിയല്ലേ ആക്കിയത്. അപ്പൊ ആരോടാ കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക? എനിക്ക് മുഖ്യമന്ത്രിയോടും കമ്മിറ്റ്മെന്റ് ഉണ്ട്, പാർട്ടിയോടും കമ്മിറ്റ്മെന്റ് ഉണ്ട്. ക്രമസമാധാന ചുമതലയിൽ MR അജിത് കുമാർ തുടരുന്നതിലെ അതൃപ്തിയും PV അൻവർ ഇന്ന് പ്രകടമാക്കി. എനിക്ക് ഇതിന് പ്രൊസീജിയർ പാലിക്കേണ്ടതുണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും. അല്ലാതെ ഈ പറഞ്ഞതുപോലെ ആ ഹെഡ്മാസ്റ്റർ കസാലയിൽ ഇരുന്നിട്ട് പ്യൂണത് അന്വേഷിക്കും എന്ന അഭിപ്രായം എന്നുള്ള അതിന്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിന് ഈ പാർട്ടിക്കൊക്കെ ഇല്ലേ? PV അൻവറിന് പിന്നിൽ ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടലുകളിൽ അതൃപ്തിയുള്ള CPMലെ ചിലർ തന്നെയാണെന്ന സംശയം ഇതോടെ ബലപ്പെട്ടു. മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയെയും വിവരങ്ങൾ അറിയിച്ചതോടെ ഉത്തരവാദിത്തം അവസാനിച്ചെന്ന് PV അൻവർ പറയുമ്പോഴും സമവായത്തിന്റെ വഴിയിലല്ല താനെന്ന് അൻവർ അടിവരയിടുന്നു. 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ PV അൻവർ നൽകിയ പരാതി CPIM അന്വേഷിക്കും. വെള്ളിയാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പരാതി ചർച്ച ചെയ്യാനാണ് തീരുമാനം. CPIM സമ്മേളന കാലയളവിലെ തിരുത്തൽ നടപടികൾക്ക് PV അൻവറിന്റെ പരാതി ഇടയാകുമോ എന്നാണ് ഉയരുന്ന ചോദ്യം. P ശശിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിന് വിശദീകരണം നൽകേണ്ടി വരും. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി സൂപ്പർ മുഖ്യമന്ത്രി ചമയുന്നുവെന്നാണ് PV അൻവറിന്റെ പരാതിയിലെ പ്രധാന ആരോപണം. ഈ പരാതി ഏറെക്കാലമായി CPMനുള്ളിലുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറിയെ കണ്ട് നൽകിയ പരാതിയിൽ ഇതുമാത്രമല്ല PV അൻവർ ഉന്നയിച്ചിട്ടുള്ളത്. അൻവറിന്റെ പരാതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിശദമായി ചർച്ച ചെയ്യും. പരാതികൾ അന്വേഷിക്കാൻ നേതൃത്വത്തിൽ ധാരണയായിട്ടുണ്ട്. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ഭയമില്ലെന്നാണ് P ശശി ദ വീക്കിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. SFI സംസ്ഥാന സെക്രട്ടറിയായ കാലം മുതൽ താൻ ആക്രമണങ്ങൾ നേരിടുന്നുണ്ട്. സർവാധികാരി മനോഭാവം തനിക്കില്ലെന്നും P ശശി. നടപടി സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് LDF കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണം ഇങ്ങനെ: ഗവൺമെന്റ് ഈ പരാതിയുടെ പ്രശ്നങ്ങൾ ഗൗരവമായി പരിശോധിച്ച് ഏതൊരു വ്യക്തി ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് പരിഗണിക്കും. കുറ്റം ആരോപിച്ചത് കൊണ്ട് മാത്രം കുറ്റവാളി എന്ന് പറയാൻ കഴിയില്ല. കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ കുറ്റവാളികൾക്ക് കർശനമായ നിലപാട് അവർക്കെതിരെ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. P ശശിക്കെതിരെ വീണ് കിട്ടിയ ആയുധം എങ്ങനെയൊക്കെ CPMനുള്ളിൽ ഉപയോഗിക്കുമെന്നാണ് കാത്തിരുന്നു കാണേണ്ടത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന P ശശിയോട് വിശദീകരണമെങ്കിലും ചോദിച്ചാൽ അത് മുഖ്യമന്ത്രിയെ ഓഡിറ്റ് ചെയ്യപ്പെടുന്നതിന് തുല്യമാകും. അൻവറിന്റെ ആരോപണങ്ങളിൽ ഉന്നതതല അന്വേഷണം പ്രഹസനമാണെന്ന് പോലും അഭിപ്രായമുള്ളവർ CPMലുണ്ട്. സമ്മേളന കാലയളവായതുകൊണ്ട് PV അൻവർ ഉന്നയിച്ച പരാതി CPMന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. 24 തിരുവനന്തപുരം. കാക്കി കാവി കൂടിക്കാഴ്ചയോ? MR അജിത് കുമാറിനെ ഇടനിലക്കാരനാക്കി മുഖ്യമന്ത്രി RSS നേതാവുമായി ചർച്ച നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ്. RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല്ലയെ കാണാൻ ADGP MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി പറഞ്ഞുവിട്ടു എന്നാണ് ആരോപണം. ഇതിനുശേഷമാണ് തൃശൂർ പൂരം കലക്കിയതെന്നും VD സതീശൻ ആരോപിച്ചു. കൂടിക്കാഴ്ച നടന്നിട്ടില്ലെന്ന് K സുരേന്ദ്രൻ വ്യക്തമാക്കി. തൃശൂർ പൂരം നടത്തിപ്പിലെ വീഴ്ചയെ ചൊല്ലി CPI കടുത്ത അമർഷത്തിലാണ്. ഇതിനിടെയാണ് പ്രതിപക്ഷ നേതാവിന്റെ കുളം കലക്കൽ. പൂരം കലക്കിയതും തൃശൂരിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ ചരടുവലി നടത്തിയതും മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് പ്രതിപക്ഷ നേതാവിന്റെ കടും വെട്ട്. അതിന് മുഖ്യമന്ത്രി ഉപയോഗിച്ചത് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെ. തൃശൂരിലെത്തിയ RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല്ലയുമായി കൂടിക്കാഴ്ച നടത്താൻ ADGP MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി പറഞ്ഞയച്ചെന്ന് പ്രതിപക്ഷ നേതാവ്. കൂടിക്കാഴ്ച നിഷേധിക്കാൻ തയ്യാറുണ്ടോ എന്നും വെല്ലുവിളി. ആ RSS ജനറൽ സെക്രട്ടറിയെ കാണാൻ മുഖ്യമന്ത്രി ഈ ADGP
ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുള്ള അജിത് കുമാറിനെ പറഞ്ഞയച്ചിരുന്നു? അതാണ് ചോദ്യം. പൂരം കലക്കിയാൽ രാഷ്ട്രീയമായി ജയിക്കാൻ കഴിയുമെന്നത് BJPയുടെ ഫോർമുലയാണെന്ന് CPI നേതാവ് VS സുനിൽകുമാറിന്റെ പ്രതികരണം. പൂരം കലക്കികളുടെ കൂട്ടത്തിൽ ഇടതു നേതാക്കൾ ആരുമില്ല. പൂരം തകർത്താൽ ജയിക്കും എന്ന ധാരണ ആർക്കുണ്ടായിരുന്നത്? അപ്പോൾ പൂരത്തെ കലക്കിയാൽ രാഷ്ട്രീയമായി ജയിക്കാൻ കഴിയുമെന്ന ഫോർമുല BJPയുടെ ഫോർമുലയാണ്. ആ ഫോർമുല ഏറ്റവും നന്നായി ചേരുന്നത് ഗോപാലകൃഷ്ണന്റെ പാർട്ടിക്കാണ്. കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ലെന്നും VD സതീശൻ്റേത് ഉണ്ടയില്ല വെടിയെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. VD സതീശൻ ഈ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുകയാണ്. കാരണം ഇവിടെ ഉയർന്നു വന്നിരിക്കുന്ന ഗൗരവതരമായ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി BJPയെ കൂടി വലിച്ചിടാനാണ്, അല്ലെങ്കിൽ RSSനെ കൂടി വലിച്ചിടാനാണ് VD സതീശൻ ശ്രമിക്കുന്നത്. ഒരു തരത്തിലും നിലനിൽക്കാത്ത കാര്യങ്ങളാണ് സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരു ഉണ്ടയില്ലാത്ത വെടിയാണ്. BJP ബന്ധത്തിന്റെ പേരിൽ EP ജയരാജനെതിരെ നടപടിയെടുത്ത CPIMനെ മുഖ്യമന്ത്രിയുടെ RSS ബന്ധം ആരോപിച്ച് കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. തൃശൂർ പൂരം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളെപ്പറ്റി CPI അന്നേ വിമർശനം ഉന്നയിച്ചതാണെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പൂരം അലങ്കോലമാക്കിയതിന് പിന്നിൽ ഗൂഢനീക്കമുണ്ടെന്നും സംഭവം അന്വേഷിക്കണമെന്നും നേരത്തെ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. തൃശൂർ പൂരം അട്ടിമറിക്കാൻ നടത്തിയ ശ്രമങ്ങളെപ്പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ വിമർശനം അന്നേ പറഞ്ഞതാണ്. അതിപ്പോൾ വീണ്ടും പറയുന്നു. തൃശൂർ പൂരം എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക ഉത്സവം തന്നെയാണ്. തൃശ്ശൂരിൻ്റെ സാംസ്കാരിക പ്രാധാന്യമുണ്ട്. അങ്ങനെ ഒന്ന് ഒരു പ്രകാരത്തിലും അട്ടിമറിക്കപ്പെടാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷെ അട്ടിമറിക്കപ്പെട്ടു. അതിൻ്റെ പുറകിൽ ഒരു ഗൂഢനീക്കമുണ്ടോ എന്ന കാര്യം അന്വേഷിക്കണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് തന്നെ പറഞ്ഞതാണ്. ഞാനത് വീണ്ടും ആവർത്തിക്കുന്നു. PV അൻവറിന്റെ ആരോപണത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. കാസർകോട്ടും പാലക്കാട്ടും മലപ്പുറത്തും എറണാകുളത്തും SP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചുകൾ സംഘർഷത്തിൽ കലാശിച്ചു. മലപ്പുറം SP ഓഫീസിന് സമീപം മാർച്ച് പോലീസ് തടഞ്ഞു. ബാരിക്കേഡിന് മുകളിൽ കയറി മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകർക്ക് നേരെ നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ പ്രവർത്തകർ കോഴിക്കോട് പാലക്കാട് പാത ഉപരോധിച്ചു. പരുക്കേറ്റ പ്രവർത്തകരെ ആശുപത്രിയിൽ എത്തിക്കാതെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയാൽ പോലീസ് സ്റ്റേഷൻ കത്തിക്കാൻ മടിക്കില്ലെന്ന് മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയ് ഭീഷണി മുഴക്കി. ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്, മുൻ ജില്ലാ പ്രസിഡന്റ് പരിക്ക് പറ്റിയിരിക്കുകയാണ്. അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകണം. അവരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിലേക്ക് ഞങ്ങൾ വരിക. ആ പോലീസ് സ്റ്റേഷനിൽ പരിക്ക് പറ്റിയ പ്രവർത്തകരെ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ കസ്റ്റഡിയിലെടുത്ത് ആ പോലീസ് സ്റ്റേഷൻ കത്തിക്കാൻ ഞങ്ങൾ മടിക്കില്ല എന്ന് മാത്രമാണ് ഇപ്പൊ പറയാനുള്ളത്. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം അട്ടിമറിക്കാൻ നേരത്തെ നീക്കം നടന്നെന്ന് വെളിപ്പെടുത്തൽ. മലപ്പുറം SP ക്യാമ്പ് ഓഫീസിലെ മരമുറിക്കൽ വിവാദത്തിൽ SP സുജിത് ദാസിന്റെ പേര് പറയാതിരിക്കാൻ പോലീസ് സമ്മർദ്ദമുണ്ടായെന്ന് അയൽക്കാരി ഫരീദ പറഞ്ഞു. സ്വർണ്ണക്കടത്തിന്റെ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവന്നു. അപ്പം മുറിച്ചത് സുജിത് സാറുള്ള സമയത്താണ്. എനിക്കിപ്പോ അതേ മാത്രമേ നമുക്ക് ദൃശ്സാക്ഷിയായിട്ട് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ അതിനു മുമ്പ് ഒരിക്കലും അബ്ദുൽ കരീം സാറുള്ള ആ മരങ്ങൾ മുറിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. ഞാനിങ്ങനെ അവരോട് ചോദിച്ചു, എന്താ ഞാൻ ചെയ്യാ, ഞാനിപ്പോ എന്ത് പറയും, എനിക്ക് ആകെ പേടി തോന്നുക. കാരണം ഇവർ പോലീസല്ലേ, അവരെപ്പോഴും നമ്മൾ അവരൊക്കെതിരെ സാക്ഷി പറഞ്ഞാലൊക്കെ നമുക്ക് എന്തെങ്കിലും ഇതുണ്ടാവും. പക്ഷെ സത്യം പോലെ പറയല് നമ്മളൊരു അത്യാവശ്യമാണല്ലോ. നമ്മൾക്ക് അതിന് കളവ് പറയാൻ പാടില്ലല്ലോ. അത് കരീം സാറുള്ളപ്പോഴാണ് മരം മുറിച്ചതെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ പറയാൻ പറഞ്ഞു. ഞാന് അതിപ്പോ എങ്ങനെയാ, കരീം സാറുള്ളപ്പോഴല്ലോ മരം മുറിച്ചത്, സുജിത് സാറുള്ളപ്പോ തന്നെയല്ലേ മരം മുറിച്ചതെന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. ഞാൻ എവിടെ പോകണമെങ്കിൽ സത്യം പറയാൻ തയ്യാറാണ്. താഴെത്തട്ടിൽ പാർട്ടി ദുർബലമാണെന്ന് വിലയിരുത്തിയ CPIM രേഖ പുറത്ത്. സമ്മേളന നടത്തിപ്പുമായി ബന്ധപ്പെട്ട സംസ്ഥാന കമ്മിറ്റി മാർഗരേഖയിലാണ് പരാമർശം. നേതൃശേഷിയുള്ളവരെ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കണമെന്നും വ്യക്തിവിരോധം തീർക്കാൻ സമ്മേളനങ്ങൾ ഉപയോഗിക്കരുതെന്നും സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശമുണ്ട്. CPIMന്റെ ആത്മവിമർശനമാണ് ഈ രേഖ. താഴെത്തട്ടിൽ പാർട്ടി സംവിധാനങ്ങൾ ദുർബലമാവുകയാണ്. അടിസ്ഥാന ഘടകമായ ബ്രാഞ്ചുകളിൽ നേതൃതലത്തിൽ വരേണ്ടവരുടെ യോഗ്യത ഉറപ്പിക്കേണ്ടതുണ്ട്. നിലവിൽ ഭൂരിഭാഗവും ശരാശരി നിലവാരം മാത്രം ഉള്ളവരാണെന്നും രാഷ്ട്രീയ ധാരണയുള്ള മുഴുവൻ സമയ നേതൃത്വമാണ് ബ്രാഞ്ച് തലത്തിൽ വേണ്ടതെന്നുമാണ് സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശം. സഹകരണ ബാങ്ക് ജീവനക്കാർ, സഹകരണ ബാങ്ക് സെക്രട്ടറിമാർ, അഭിഭാഷകർ തുടങ്ങിയവരെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആക്കരുത്. സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ ഏരിയ സെക്രട്ടറിമാർ ആക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളും രേഖയിലുണ്ട്. വിഭാഗീയത അനുവദിക്കില്ലെന്നും നേതൃത്വം മുന്നറിയിപ്പ് നൽകുന്നു.
വ്യക്തിവിരോധം തീർക്കാൻ സമ്മേളനങ്ങളെ ഉപയോഗിക്കരുത്. കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം പാർട്ടി വിട്ടുപോയവരുടെയും മറ്റു പാർട്ടികളിൽ നിന്ന് CPM-ലേക്ക് എത്തിയവരുടെയും വിവിധ കേസുകളിൽപ്പെട്ടവരുടെയും വിവരങ്ങൾ നൽകാനും പാർട്ടി നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലവിൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടരുകയാണ്. ഫെബ്രുവരിയിൽ കൊല്ലത്താണ് സംസ്ഥാന സമ്മേളനം. 24 തിരുവനന്തപുരം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പരാതിക്കാരിയെ അറിയില്ലെന്ന നിവിൻ പോളിയുടെ വിശദീകരണം പൂർണ്ണമായി മുഖവിലക്കെടുക്കാതെ പ്രത്യേക അന്വേഷണ സംഘം. എന്നാൽ ഉടൻ അറസ്റ്റ് വേണ്ടെന്നാണ് തീരുമാനം. നിവിൻ പോളിക്കെതിരെ മുൻപ് നൽകിയ പരാതിയിൽ കേസെടുക്കാത്തത് എന്തുകൊണ്ടാണെന്നും അന്വേഷിക്കും. പശ്ചിമ ബംഗാൾ നടിയുടെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തീർപ്പാക്കി. മയക്കുമരുന്ന് നൽകി ലൈംഗികമായി ഉപദ്രവിച്ചെന്ന യുവതിയുടെ പരാതിയിൽ നിവിൻ പോളിക്കെതിരെ കേസെടുത്തെങ്കിലും അറസ്റ്റ് ഉടൻ വേണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പരാതിക്കാരി നേരത്തെ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നും അന്വേഷണ സംഘം പരിശോധിക്കും. ഊന്നുകൽ CIയുടെ മൊഴിയും പ്രത്യേക സംഘം രേഖപ്പെടുത്തും. യുവതിയുടെ പരാതി വ്യാജമാണെന്ന നിലപാടിൽ നിവിൻ പോളി ഉറച്ചുനിൽക്കുകയാണ്. മുൻകൂർ ജാമ്യം തേടി ഉടൻ തന്നെ കോടതിയെ സമീപിക്കുമെന്നും നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്നും നിവിൻ പോളി വ്യക്തമാക്കി. അതേസമയം നിവിൻ പോളി പറയുന്നത് കളവാണെന്ന് പരാതിക്കാരി ആരോപിച്ചു. AK സുനിലാണ് ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റിൽ ചാൻസ് വേണമെങ്കിൽ നമുക്ക് ഒരു നല്ല റോൾ കിട്ടണമെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവണമെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് ചെറിയ ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞ ശേഷമാണ് നിവിൻ പോളി ഗ്യാങ് AK സുനിലിന്റെ ഗുണ്ടകൾ എന്ന രീതിയിലാണ് നമ്മുടെ അടുത്ത് വന്നത്. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ, എന്താണെന്ന് തെളിയട്ടെ. ഞാനും അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. നിവിൻ പോളിക്കെതിരെ പരാതി നൽകിയ യുവതിയുടെ മൊഴി അന്വേഷണ സംഘം ഉടൻ രേഖപ്പെടുത്തും. പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷം തുടർ നടപടികളിലേക്ക് പോകാനുമാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പശ്ചിമബംഗാൾ നടി നൽകിയ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തീർപ്പാക്കി. നിലവിൽ ചുമത്തിയ കുറ്റങ്ങൾ ജാമ്യം ലഭിക്കാവുന്നതാണെന്ന് രേഖപ്പെടുത്തിയാണ് ഹർജി തീർപ്പാക്കിയത്. 24 കൊച്ചി. സംവിധായകൻ ആഷിഖ് അബുവിനും റിമ കല്ലിങ്കലിനുമെതിരായ ലഹരി പാർട്ടി പരാതിയിൽ കൊച്ചി സിറ്റി പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തും. എറണാകുളം ACP രാജ്കുമാറിനാണ് അന്വേഷണ ചുമതല. അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ആഷിഖ് അബു 24നോട് പറഞ്ഞു. ഗായിക സുചിത്രയാണ് ആഷിഖ് അബുവിനും റിമ കല്ലിങ്കലിനുമെതിരെ ആരോപണം ഉന്നയിച്ചത്. കൊച്ചിയിലെ ഫ്ളാറ്റിൽ ലഹരി പാർട്ടി നടത്തി പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്നായിരുന്നു വെളിപ്പെടുത്തൽ. ഇതിന് പിന്നാലെയാണ് ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട യുവമോർച്ച എറണാകുളം ജില്ലാ കമ്മിറ്റി കൊച്ചി DCPക്ക് പരാതി നൽകിയത്. പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. അതേസമയം ഗായികയുടെ ആരോപണം ആഷിഖ് അബു നിഷേധിച്ചു. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പും ഒരുപാട് ഈ രൂപത്തിലുള്ള യാതൊരു അടിസ്ഥാനമോ ലോജിക്കോ ഇല്ലാത്ത ആരോപണങ്ങൾ ഇതിനു മുമ്പും നമ്മുടെ കാര്യത്തിൽ മാത്രമല്ല ഒരുപാട് ആളുകളുടെ കാര്യത്തിൽ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ഇതൊക്കെ ഈ ഒരു വിഷയം വന്നതിന് ശേഷം മാത്രമേ ഞാൻ അറിഞ്ഞാണ്. നേരത്തെ റിമ കല്ലിങ്കൽ സുചിത്രക്കെതിരെ പരാതി നൽകിയിരുന്നു. വിഷ്ണു സുരേഷ് 24 കൊച്ചി. തിരുവനന്തപുരം പാപ്പനംകോട് ഇൻഷുറൻസ് കമ്പനി ഓഫീസിലെ തീപിടുത്തം ആസൂത്രിതമെന്ന നിഗമനത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ജീവനക്കാരി വൈഷ്ണയ്ക്കൊപ്പം മരിച്ച രണ്ടാമത്തെയാൾ വൈഷ്ണയുടെ സുഹൃത്ത് ബിനുകുമാർ ആണെന്ന് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥിരീകരിച്ചു. ബിനു വൈഷ്ണയെ കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കിയെന്നാണ് പോലീസിന്റെ അനുമാനം. സംഭവസ്ഥലത്ത് നിന്ന് കത്തിയും മണ്ണെണ്ണക്കുപ്പിയും കണ്ടെടുത്തിരുന്നു. ബിനുകുമാർ ഇന്നലെ സമീപ പ്രദേശത്തുണ്ടായിരുന്നതായി സ്ഥിരീകരിക്കുന്ന CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ബിനുകുമാറും വൈഷ്ണയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി വൈഷ്ണയുടെ സഹോദരൻ പോലീസിന് മൊഴി കൊടുത്തിരുന്നു. 4 മാസം മുമ്പ് ഇതേ ഓഫീസിൽ വെച്ച് ഇരുവരും തമ്മിൽ പ്രശ്നമുണ്ടായിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. തീപിടുത്തത്തിന് മുമ്പ് ഓഫീസിൽ നിന്ന് ഉച്ചത്തിലുള്ള സംസാരം കേട്ടുവന്ന കെട്ടിടത്തിന് സമീപത്തുണ്ടായിരുന്നയാൾ പറഞ്ഞു. ശാസ്ത്രീയ തെളിവുകൾക്കായി 2 മൃതദേഹങ്ങളുടെയും സാമ്പിൾ DNA പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. DNA പരിശോധനയ്ക്ക് ശേഷം മാത്രമേ മരിച്ച പുരുഷൻ ബിനു ആണെന്ന് സ്ഥിരീകരിക്കാനാകൂ. 24 തിരുവനന്തപുരം. കണ്ണൂർ നഗരവാസികളെ ഭീതിയിലാക്കിയ പെരുമ്പാമ്പിനെ പിടികൂടി. കക്കാട് ഹൗസിംഗ് കോളനിക്ക് സമീപം മരത്തിലേക്ക് ഇഴഞ്ഞു കയറിയ പാമ്പിനെയാണ് 2 മണിക്കൂർ നീണ്ട സാഹസിക ദൗത്യത്തിനൊടുവിൽ പിടികൂടിയത്. കണ്ണൂർ കക്കാട് പുഴാതി ഹൗസിംഗ് കോളനിയിൽ 3 ദിവസം മുൻപാണ് പ്രദേശവാസികൾ പെരുമ്പാമ്പിനെ കണ്ടത്. ഇരയെ പിന്തുടർന്ന് പാമ്പ് കൂറ്റൻ മാവിന്റെ മുകളിലെത്തി. ഇരയെ അകത്താക്കിയതോടെ ചില്ലകളിൽ ചുറ്റിപ്പിണഞ്ഞ് സുഖനിദ്ര. ഇടയ്ക്ക് ചുരുളഴിച്ച് കൊമ്പുകളിലേക്ക്. ഒടുവിൽ 3-ാം ദിനം പാമ്പിനെ പിടിക്കാൻ ആളെത്തി. സന്നദ്ധ സംഘടനയായ മാർക്കിന്റെ പ്രവർത്തകർ സർവ്വസന്നാഹങ്ങളുമായി പാമ്പിനെ പിടിക്കാനിറങ്ങി. വള്ളിപ്പടർപ്പുകൾ നിറഞ്ഞ മരത്തിന്റെ മുകളിലേക്ക് 2 പേർ സാഹസികമായി കയറി. 2 മണിക്കൂറോളം നീണ്ട ശ്രമകരമായ ദൗത്യം. ഒടുവിൽ പാമ്പ് വഴങ്ങി.
സഞ്ചിയിലാക്കി താഴെ ഇറക്കി. എന്തെങ്കിലും മേലെ മരത്തിന് മേലെ ചിലപ്പോൾ മരപ്പെട്ടിയോ ഒന്നും ഉണ്ടായിരുന്നു, ചിലപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടി കയറിയതായിരിക്കും. പിന്നെ അത് ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് രണ്ട് ചിലപ്പോൾ പിന്നെ ആൾക്കാർ ഇതെല്ലാം താഴെ ഇറങ്ങുന്നില്ല. അത് ഒരു 1.5 മണിക്കൂറോളം കഷ്ടപ്പെട്ടിട്ട് സാഹസികമായിട്ട് തന്നെ ഇത് കിട്ടിയത്. പിന്നെ മരത്തിൻ്റെ മേലെ വെള്ളിക്കാടും ഇതെല്ലാം ഉള്ളതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു. നഗരമധ്യത്തിലെ ആശങ്കയ്ക്കും കൗതുകത്തിനുമൊടുവിൽ ശുഭസമാപ്തി. പാമ്പിനെ വനമേഖലയിൽ തുറന്നുവിടും. 24 കണ്ണൂർ. മലപ്പുറം പൊന്നാനിയിൽ വീടിന് തീപിടിച്ച് ഗൃഹനാഥനടക്കം 3 പേർ മരിച്ചു. പുറങ്ങ് സ്വദേശി മണികണ്ഠൻ, അമ്മ സരസ്വതി, ഭാര്യ റീന എന്നിവരാണ് മരിച്ചത്. മക്കൾ ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലാണ്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഗൃഹനാഥൻ പെട്രോൾ ഒഴിച്ച് തീവച്ചു എന്നാണ് പോലീസ് നിഗമനം. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. പൊന്നാനിക്കടുത്ത് മാറഞ്ചേരിയിൽ ഗൃഹനാഥൻ മണികണ്ഠൻ കിടപ്പുമുറിക്ക് പെട്രോൾ ഒഴിച്ച് തീയിടുകയായിരുന്നു എന്നാണ് നിഗമനം. മണികണ്ഠൻ ആശുപത്രിയിൽ ചികിത്സയിരിക്കെ ആദ്യം മരിച്ചു. പിന്നാലെ മണികണ്ഠന്റെ അമ്മ സരസ്വതി, ഭാര്യ റീന എന്നിവർ മരിച്ചു. മക്കളായ അനിരുദ്ധൻ, നന്ദന എന്നിവർ ചികിത്സയിലാണ്. ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത്. മുറിയിൽ സ്വയം പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നുവെന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് കാരണമെന്നുമാണ് വിവരം. പരുക്കേറ്റവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. 24 തിരൂർ. 10 വർഷത്തിനു ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കശ്മീരിൽ കോൺഗ്രസിന്റെ പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ച രാഹുൽ ഗാന്ധി ജമ്മുകശ്മീരിന് സംസ്ഥാന പദവി തിരികെ നൽകണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള ചർച്ചകൾ സീറ്റ് ധാരണയിലേക്ക് എത്തുകയാണ്. അനന്ത്നാഗിലെയും റംബാനിലെയും രാഹുൽ ഗാന്ധിയുടെ റാലികളിൽ മികച്ച ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. സംസ്ഥാന പദവി നഷ്ടമായ ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ അക്കാര്യം തന്നെ ആയുധമാക്കിയായിരുന്നു കേന്ദ്ര സർക്കാരിനെതിരെയുള്ള രാഹുൽ ഗാന്ധിയുടെ ആക്രമണം. ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാന പദവി റദ്ദാക്കുക വഴി ജമ്മു കാശ്മീരിലെ ജനങ്ങളെ ആകെ അധിക്ഷേപിക്കുകയാണ് ബിജെപി സർക്കാർ ചെയ്തതെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ബിജെപി ये नहीं चाहती है और उन्होंने कहा है कि पहले चुनाव होगा और उसके बाद स्टेटहुड की बात होगी और हम कह रहे हैं कुछ भी होगा जम्मू कश्मीर के लोगों को स्टेटहुड हम दिलवाएंगे. 90 സീറ്റുകളുള്ള ഹരിയാനയിൽ ബിജെപിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക മുഖ്യ ലക്ഷ്യമാക്കുകയാണ് ഇന്ത്യ മുന്നണി ഘടകകക്ഷികൾ. 20 സീറ്റെന്ന ആദ്യ അവകാശവാദത്തിൽ നിന്ന് 10 സീറ്റുകളെന്ന നിലപാടിലേക്ക് ആം ആദ്മി നിലപാട് മയപ്പെടുത്തി. 7 സീറ്റ് വരെ നൽകാമെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചതായാണ് വിവരം. വിട്ടുവീഴ്ചകളിലൂടെ ഇരു പാർട്ടികളും ഉടൻ അന്തിമ സീറ്റ് ധാരണ പ്രഖ്യാപിച്ചേക്കും. 90 സീറ്റുകളുള്ള ഹരിയാനയിൽ ശക്തമായ പ്രചരണമാണ് കോൺഗ്രസ് ഇതിനകം തുടങ്ങിയിട്ടുള്ളത്. സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിൽ പരിഗണിക്കുന്ന വിനേഷ് ഫോഗാട്ട് ഇതിനിടെ രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തി. ബജ്രംഗ് പൂനിയയ്ക്കൊപ്പമെത്തിയായിരുന്നു സന്ദർശനം. വിനേഷ് ഫോഗാട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹങ്ങളെ ശക്തമാക്കുന്നതാണ് കൂടിക്കാഴ്ച. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി.